ബാലായ നീലവപുഷേ നവകിങ്കിണീക ജാലാഭിരാമജഘനായ ദിഗംബരായ ശാർദൂലദിവ്യനഖഭൂഷണഭൂഷിതായ നന്ദാത്മജായ നവനീതമുഷേ നമസ്തേ. സജ്ജനങ്ങളെ, എല്ലാവർക്കും എളിമയോടുകൂടിയ പാദ നമസ്കാരം, പ്രണാമം. ഒരു ഭാരതഭൂമിയിൽ, പുണ്യക്ഷേത്രമായിട്ടുള്ള ഭാരതത്തിൽ ഒരു ഹിന്ദുവായിട്ട് ജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഏത് ജാതിയിലുള്ളവരാണെങ്കിലും അനുഷ്ഠിക്കേണ്ട 16 സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ആർക്കും ഇതൊന്നും അറിയില്ല. അതിന് ഷോഡശക്രിയകൾ എന്നാണ് പറയുക, ഷോഡശ സംസ്കാരം. അതെന്താണ് എന്നുള്ളത് വിശദമായിട്ട് പിന്നീട് പറയാം. അതിൽ 7ാമത്തെ ഒരു ക്രിയ ഉണ്ട്. അതിൻ്റെ പേരാണ് അന്നപ്രാശനം. അന്നപ്രാശനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ചോറൂണ് എന്നാണ്. ഒരു കുഞ്ഞ് ജനിച്ചിട്ട് ആ കുഞ്ഞ് ആദ്യമായിട്ട് അരിഭക്ഷണം അതുപോലെ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തുടങ്ങുന്ന ചടങ്ങാണ് ചോറൂണ്. ഷഡ് രസങ്ങളൊക്കെ, അതായത് എരിവ്, പുളിവ്, മധുരം, കയ്പ്, ചവർപ്പ് തുടങ്ങിയ അത്തരം രുചികളോട് കൂടിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തുടങ്ങുന്ന സമയം. അതുവരെ ആ കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ മാത്രമാണ് കഴിക്കുക. 6ാമത്തെ മാസത്തിലോ അല്ലെങ്കിൽ 8ാമത്തെ മാസത്തിലോ ഈ ചടങ്ങ് ചെയ്യാറുണ്ട്. 7ാമത്തെ മാസത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഗുരുനാഥന്മാർ പറയാറുള്ളത്. മറ്റ് ക്രിയകളൊന്നും പൊതുവെ ആരും ചെയ്യാറില്ല, ബ്രാഹ്മണർ മാത്രമേ ചെയ്യാറുള്ളൂ. എന്നിരുന്നാലും ഈ ചടങ്ങും പിന്നെ മരണാനന്തര ക്രിയകളും എല്ലാ സമുദായങ്ങളും കൃത്യമായിട്ട് മുറ തെറ്റാതെ ഇന്നും അനുഷ്ഠിക്കാറുണ്ട്. ബാക്കി 14 ക്രിയകളും കൂടുതൽ ആരും ചെയ്യാറില്ല ഇന്നത്തെ കാലത്ത്. ആർക്കും അറിയില്ല, അതാണ് കാരണം. അറിയാൻ താല്പര്യമില്ല. അന്നപ്രാശനം ക്ഷേത്രങ്ങളിലാണ് ഏറ്റവും ഉത്തമം നടത്താൻ. വീട്ടിലും നടത്താം, ഒരു വിരോധമില്ല. ചില വീടുകളിലൊക്കെ കുടുംബക്ഷേത്രങ്ങൾ, ഗുരുനാഥന്മാരുടെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ ജാതിയിലുള്ളവരുടെ വീട്ടിലും ഗുരുനാഥൻ്റെ സങ്കല്പം ഉണ്ടാവും. ആദി ഗുരു എന്നൊക്കെ പറയും. അവിടെയൊക്കെ വെച്ച് നടത്താവുന്നതാണ്, വിരോധമില്ല. ഒരു പുണ്യസ്ഥലം ആവണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. വീടും ക്ഷേത്രം തന്നെയാണല്ലോ. നമ്മൾ സനാതനധർമ്മത്തിൽ ഈ ചടങ്ങിനും പിന്നീടുണ്ടാവുന്ന 1ാം പിറന്നാളിനുമൊന്നും പണ്ട് കാലങ്ങളിലൊന്നും ജീവികളെ കൊല്ലാതെ നല്ല വാഴയിലയിൽ സസ്യാഹാരം, നല്ല സദ്യ, പായസത്തോട് കൂടിയിട്ടുള്ള സദ്യയായിരുന്നു നമ്മളൊക്കെ വിളമ്പിയിരുന്നത് പണ്ട് കാലത്ത്, എല്ലാ ജാതിയിലുള്ള ഹിന്ദുക്കളും. എന്നാൽ പിന്നീട് വൈദേശിക സെമിറ്റിക് മതങ്ങൾ നമ്മളുടെ ഭാരതത്തിലേക്ക് കുടിയേറി വന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അവരെ അനുകരിക്കാൻ തുടങ്ങി. നമ്മുടെ സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ തുടങ്ങി. അവരെ പിന്തുടരാൻ തുടങ്ങി നമ്മൾ. ഇന്ന് നമ്മൾ ഏതൊരു ബ്രാഹ്മണേതര വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ച, ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചയാണ് പറയുന്നത്. കുറ്റം പറയല്ല, യാഥാർത്ഥ്യം. അതായത് ഈ അന്നപ്രാശനത്തിനോ അല്ലെങ്കിൽ 1ാം പിറന്നാളിനോ ആ മുഹൂർത്തം നോക്കിയിട്ട് അതിൻ്റെ ചടങ്ങുകളൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് കൃത്യമായിട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഫങ്ഷൻ, ഭക്ഷണം അന്നല്ല ഉണ്ടാക്കുക. കുഞ്ഞിന് മാത്രം ഇത്തിരി അന്ന് ഉണ്ടാക്കും. പിന്നെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള മറ്റൊരു അവധി ദിനത്തിൽ കുറേ പാവപ്പെട്ട കോഴികളെയും മറ്റ് 4 ജീവികളൊക്കെ പോയിട്ട് കൊന്ന് അവരുടെ രക്തം കണ്ട് അവരുടെ കണ്ണീരും ശാപവും വേദനയൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട്, നോക്കൂ, നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞിൻ്റെ പിറവി എന്ന് പറഞ്ഞാൽ അത്രയും
സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ഇസ്ലാമിക ക്രൈസ്തവ ധർമ്മങ്ങളെ പിൻപറ്റിക്കൊണ്ട് അവരെ അനുകരിച്ചുകൊണ്ട് നമ്മൾ കുറേ ജീവികളെ അങ്ങോട്ട് കൊല്ലുക, എന്നിട്ട് അതിനെ വിളമ്പുക. ചെയ്യാൻ പാടില്ല എന്നാണ്. നമുക്ക് അത് വിധിച്ചിട്ടില്ല നമുക്ക്. നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ദിവസത്തിൽ കഴിച്ചോളൂ, വിരോധമില്ല. പക്ഷേ ഇത്തരം ചടങ്ങ് വിശേഷ ദിവസങ്ങളിലൊന്നും, അത് ജനനമായാലും മരണമായാലും വിവാഹമായാലും സൽക്കാരമായാലും വിരുന്നായാലും, പണ്ട് കാലത്തൊന്നും നമ്മൾ ഹൈന്ദവർ ഇങ്ങനെ ചെയ്തിരുന്നില്ല. സദ്യ തന്നെയായിരുന്നു എല്ലാവരും ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് കാലം മാറി, നമ്മളും മാറാൻ തുടങ്ങി. നമ്മൾ പാഖണ്ഡ സെമിറ്റിക് മ്ലേച്ഛ മതങ്ങളെ അനുകരിക്കാൻ തുടങ്ങി. അവരുടെ വിശ്വാസപ്രകാരം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഭഗവാന്, അവരുടെ വിശ്വാസത്തിലുള്ള ഭഗവാന് ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് തന്നതിന് പകരമായിട്ട്, ആ ജീവന് പകരമായിട്ട് മറ്റൊരു ജീവനെ കഴുത്തിൽ കത്തിവെച്ച് കൊന്ന് അത് ഭഗവാന് സമർപ്പിക്കണമെന്നാണ് അവരുടെ വിശ്വാസം. അവരുടെ വിശ്വാസപ്രകാരം ജനിച്ചാലും മരിച്ചാലും എന്ത് വിവാഹാദി മംഗള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് രക്തം കാണണം, ജീവികളെ കൊല്ലണം എന്നാണ് അവരുടെ. അതൊരു അറിവില്ലായ്മയും വിഡ്ഢിത്തരവും മണ്ടത്തരവും ആണെന്നുള്ളത് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിശപ്പ് മാറാനാണ് ആഹാരം. അതിന് സസ്യാഹാരം തന്നെ എത്രയോ ഉണ്ട്. മാത്രമല്ല ദഹിക്കാനും ഒക്കെ വളരെ വിശേഷമാണ് സസ്യാഹാരം, നല്ല ചിന്തകൾ ഉണ്ടാവാനും. പക്ഷെ നമ്മളൊക്കെ അതിൻ്റെ പിറകെ പോകാൻ തുടങ്ങി. ജീവികളൊക്കെ കൊന്ന് ഭക്ഷിക്കുകയാണ് ആ ദിവസങ്ങളിലൊക്കെ ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു വിവാഹം ഉറപ്പിക്കുന്ന, എന്താ അതിന് പറയുക, എൻഗേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കും നമ്മൾ അങ്ങനെ തുടങ്ങി, അവരനുകരിക്കാൻ തുടങ്ങി, ജീവികളെ കൊല്ലാൻ തുടങ്ങി. ഒരു ആണിനെയും പെണ്ണിനെയും തമ്മിൽ ഒരുമിപ്പിക്കുന്നതാണ് വിവാഹം. അതിന് മുന്നോടിയായിട്ടുള്ള ഈ വിവാഹ നിശ്ചയം, എൻഗേജ്മെൻറ്റിനൊക്കെ നമ്മൾ ഇങ്ങനെ ജീവികളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കർമ്മത്തിന് കർമ്മഫലമുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. വൈദേശിക മതങ്ങൾക്ക് അവർക്ക് അത് ആസുരികമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പിൻപറ്റുന്നത്. ആസുരികം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ആസുരികത ഉണ്ടായിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, അവരെന്ത് മംഗളകാര്യം ചെയ്യുമ്പോഴും ജീവികളെ കൊല്ലുകയാണ് അവർ ആദ്യം ചെയ്യുക. പക്ഷെ നമ്മളതല്ല ചെയ്യേണ്ടത്. നമ്മുടെ വിശ്വാസപ്രകാരം നമ്മൾ ജീവികളെ കൊല്ലാതിരിക്കുകയാണ് വേണ്ടത്. ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക, അനാഥർക്ക് ഭക്ഷണം കൊടുക്കുക. സദ്യ ഉണ്ടാക്കിക്കോളൂ, എന്താ വിരോധം? ദഹിക്കാനും നല്ലതാണ്. നിങ്ങളൊരു നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ സദ്യ വേറെയും ഉണ്ടാക്കണം. പിന്നീട് കുറച്ച് അതും വേണ്ടി വരും. കാരണം ഇത് എല്ലാവരും കഴിക്കില്ല. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആദ്യം തന്നെ എല്ലാവർക്കും ഒരു സദ്യ അങ്ങോട്ട് ഉണ്ടാക്കുകയല്ലേ. അതാകുമ്പോൾ ഒരു ഭക്ഷണം മതിയല്ലോ. പിന്നെ എന്തിനാണ് ഈ പാവപ്പെട്ട ജീവികളുടെ കണ്ണീരും ശാപവും നമ്മൾ ഈ കുഞ്ഞിന് കൊടുക്കുന്നത്, ഈ ജനിക്കുന്ന കുഞ്ഞിന്? അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്ന ദമ്പതികൾക്ക് എന്തിനാണ് അതിൻ്റെ പേരിൽ അവർക്ക് അതിൻ്റെ ശാപം ഉണ്ടാവണത്? അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ, അബോർഷനുകളും ഗർഭം അലസുന്നതൊക്കെ കൂടി വരാൻ തുടങ്ങി. ജനിക്കുന്ന കുഞ്ഞിൻ്റെ പേരിൽ ഈ ജീവികളെ കൊന്ന് ഭക്ഷിക്കുന്ന സമയത്ത് അവയുടെ ശാപങ്ങൾ കാരണം ആ കുഞ്ഞിന് ഒരു ഗതി ഉണ്ടാവാത്ത അവസ്ഥ വരികയാണ്. ഭൗതികമായിട്ടുള്ള ഉയർച്ച മാത്രമേ ഉണ്ടാവൂ, പക്ഷെ ആത്മീയമായ ഒരു ഉയർച്ചയും ആ കുഞ്ഞിന് ഉണ്ടാവില്ല വളർന്നു വരുന്ന സമയത്ത്. അതുകൊണ്ട് സെമിറ്റിക് മതങ്ങളെ ദയവ് ചെയ്ത് അനുകരിക്കാതിരിക്കുക. അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. അവരെന്ന് പറഞ്ഞാൽ അത് ഗോത്രവർഗ സംസ്കാരമാണ്. സെമിറ്റിക് മതങ്ങൾ, ഇസ്ലാമിക ക്രൈസ്തവ മതങ്ങളൊക്കെ ഗോത്രവർഗ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. അതിൽ ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. എന്താണോ ഗ്രന്ഥത്തിൽ പറയുന്നത് അത് അതേപടി അനുഷ്ഠിക്കണമെന്നാണ്. അതിനെ ചോദ്യം ചെയ്താൽ അവനെ ഒന്നുകിൽ കൊല്ലും അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്താക്കും. പക്ഷേ സനാതനധർമ്മത്തിൽ അങ്ങനെയല്ല. നമുക്ക് ഓപ്ഷനുകൾ ധാരാളം ഉണ്ട് എന്നാണ്. അതാണ് പറഞ്ഞത്, ഒന്നിനെയും കൊല്ലാതിരിക്കുക. നമ്മുടെ സനാതനധർമ്മത്തിലെ ഹൈന്ദവ സംസ്കാരത്തിനെ മുറുകെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പരമാവധി ഒരു ജീവികളെയും കൊല്ലാതിരിക്കുക എന്നാണ് വളരെ താഴ്മയോട് കൂടിയിട്ട് അപേക്ഷിക്കുകയാണ്. ആജ്ഞാപിക്കുകയല്ല, അപേക്ഷയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും ഭഗവാൻ സൽബുദ്ധി തരട്ടെ,
ഒരു ജീവികളെയും കൊല്ലാതെ അവയുടെ കണ്ണീര് കാണാതെ മംഗളകർമ്മങ്ങളൊക്കെ നടത്താനുള്ള ഒരു ബുദ്ധി നമുക്ക് തരട്ടെ. വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമായില്ല. ജീവജാലങ്ങളോടുള്ള സ്നേഹം, ദയ, കാരുണ്യം ഇതൊക്കെ നമുക്ക് ഉണ്ടാവണം. അതാണ് ഭക്തിയുടെ ലക്ഷണം, അതാണ് ഭക്തൻ്റെ ലക്ഷണം, അതാണ് ഹിന്ദുവിൻ്റെ ലക്ഷണം. ഹീനാനി ഗുണാനി ദുഷയതി ഇതി ഹിന്ദു എന്നാണ് അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം. തന്നിലുള്ള ചീത്ത ഗുണങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട്, ഇത്തരം ചീത്ത ഗുണങ്ങളൊക്കെ ഇല്ലാതാക്കി നന്മ അല്ലെങ്കിൽ സത്വഗുണം, സാത്വിക ഭാവം വർദ്ധിപ്പിക്കുന്നവൻ ആരാണോ അവനാണ് ഹിന്ദു എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ എല്ലാവരും പെരുമാറുക. ഇനിയുള്ള നമ്മുടെ മക്കൾ നമ്മളെ കണ്ടിട്ടാണ് പഠിക്കുക. അതുകൊണ്ട് ഒരു ജീവികളെയും കൊല്ലാതിരിക്കുക, ഒരു മംഗളകർമ്മത്തിനും ജീവികളെ കൊല്ലാതിരിക്കുക എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ വരട്ടെ. ഹരേ ഗുരുവായൂരപ്പ ശരണം.